നെക്സ്റ്റ് വേവ്സ്. ഇതിനകത്ത് PYQ ആണ്. PYQവിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൽ വേവ് ഇൻ എ സ്ട്രിങ് ഹാസ് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 cm. Wave travels in positive direction of x-axis with a speed of 128 meter per second, and it's noted that 5 complete waves fit in 4 meter length. Okay, of the string, the equation describing the wave is, അതിൽ 5 waves in 4 meter പറഞ്ഞു കഴിഞ്ഞാൽ 5 lambda equal to 4 ആണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് 2 cm പറഞ്ഞു കഴിഞ്ഞാൽ 0.02 മീറ്റർ. പിന്നെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π lambda. ഓക്കെ, 2π lambda പറഞ്ഞാൽ 4/5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 5 മേലെ പോകും, അപ്പോൾ 5π/2 വരും, അപ്പോൾ 7.85 ആണ്. പിന്നെ വെലോസിറ്റി പറഞ്ഞാൽ ω/k ആണ്. ഓക്കെ, അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ kV പറയാം. ഓക്കെ, അത് എത്രയാ 1005 വരും. പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ kx -ωt. നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണെങ്കിൽ ഈ മൈനസിന് പകരം പ്ലസ് വരും, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0.02, പിന്നെ kx പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 7.85, x - ഒമേഗ പറഞ്ഞാൽ 1005t. ഓക്കെ, 1005t, റൈറ്റ്. അപ്പോൾ ഇത് വരും 0.02. ഓക്കെ, then sin 7.85 x - 1005t. നോക്കൂ, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ എ വേവ് ഡിസ്ക്രൈബ്ഡ് ബൈ y = 0.25 sin 10πx - 2πt. ഓക്കെ, വേർ x and y are in meters and t in seconds ഈസ് എ വേവ് ട്രാവലിംഗ് എലോങ്. അതിൽ kx - ωt. അപ്പോൾ kxനും ωtക്കും ഇടയ്ക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് എക്സ് ഡിറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. ഓക്കെ, പിന്നെ വെലോസിറ്റി വേണമെങ്കിൽ നമുക്ക് കാണാം. വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താ വേവ് ലെങ്ത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. അതിൽ k ആണ് 10π. ഓക്കെ, k എന്ന് പറഞ്ഞാൽ 2π lambda. k = 2π lambda = 10π. അപ്പോൾ lambda = 0.2 വരും. പിന്നെ 2π ന്യൂ, ഒമേഗയാണ് 2π ന്യൂ. ഓക്കെ, അപ്പോൾ ഒമേഗ = 2π ന്യൂ = 2π ആണ്. അപ്പോൾ ന്യൂ = 1 Hz ആണ്. ഓക്കെ, പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ വിത്ത് ഫ്രീക്വൻസി 1 Hz ആൻഡ് വേവ് ലെങ്ത് 0.2 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക, റൈറ്റ്. നോക്കൂ, നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരിക. അപ്പോൾ അതിനകത്ത് നോക്കൂ, എ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് എക്സ് ആക്സിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 8 sin 0.55x - 4πt - π/4 where x in meter in seconds. The speed of the wave equal to ω/k ആണ് സ്പീഡ്. ഒമേഗയ്ക്ക് പകരം എന്താ 4π ആണ്, kക്ക് പകരം എന്താ 0.55 ആണ്. അപ്പോൾ 4π/0.55 പറഞ്ഞാൽ 8 meter per second വരും. ഓക്കെ, the equation of a transverse wave traveling along positive x-axis with amplitude 0.2 meter and velocity 360 meter per second and wavelength lambda = 60 meter can be written as. അതിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ നോക്കൂ, ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിലൊക്കെ 2π അല്ലെങ്കിൽ പൈ പുറത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അകത്തുള്ളത് t ഉണ്ട്, x ഉണ്ട്. അപ്പോൾ നമുക്ക് 2π പുറത്ത് എടുത്തു കഴിഞ്ഞാൽ y = a sin പിന്നെന്താ 2π, പിന്നെ ന്യൂ t - x/λ, ന്യൂ t - x/λ. അപ്പോൾ ഫ്രീക്വൻസി അറിയണം, അതേപോലെ തന്നെ വേവ് ലെങ്ത്തും അറിയണം നമ്മൾ. അതിൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് 0.2 മീറ്റർ ആണ്. അത് നോക്കൂ, എല്ലാ അതിലും 0.2 ആണ്, കുഴപ്പമില്ല. പിന്നെ ഇനി എന്താ ലാംഡ 60 ആണ്. അപ്പോൾ x/60 എന്ന് വരും, x/60. അതും പ്രശ്നമില്ല, എല്ലായിടത്തും x/60 ആണ്. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ, ഫ്രീക്വൻസി അറിയേണ്ടത്. അതിൽ സ്പീഡ് അറിയാം, വേവ് ലെങ്ത്തും അറിയാം. ന്യൂ ലാംഡ = സ്പീഡാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/λ, അതായത് 360/60 പറഞ്ഞു കഴിഞ്ഞാൽ 6 വരും. അപ്പോൾ 60. പിന്നെ എന്താ, വേവ് ട്രാവലിംഗ് അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്ത് വരണം, നെഗറ്റീവ് വരണം. അപ്പോൾ 60 - x/60 വരും. 60 - x/60 പുറത്ത് എന്താ 2π വരണം. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ y = y0 sin 2π lambda vt - x. Okay, for what value of lambda is the maximum particle velocity equal to 2 times the wave velocity? അതിൽ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി പറഞ്ഞാൽ ω a ആണ്. വേവ് വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ω/k ആണ്.
അപ്പോൾ റേഷ്യോ ഓഫ് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ടു വേവ് വെലോസിറ്റി, ഈ റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എ. ഓക്കെ, അതിൽ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ട്വൈസ് ദ വേവ് വെലോസിറ്റി പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/λ, എ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡാ, അത് y0, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് അവിടുന്ന് ലാംഡ എന്താ വരിക, ലാംഡ ഈക്വൽ ടു πy0 വരും, ലാംഡ ഈക്വൽ ടു πy0, റൈറ്റ്. എ സ്റ്റാൻഡിങ് വേവ് ഹാവിങ് 3 നോഡ്സ് ആൻഡ് 2 ആൻറ്റി നോഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ 3 നോഡ്സ് ആൻഡ് 2 ആൻറ്റി നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ് ലെങ്താണ് അല്ലേ. അത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഡിസ്റ്റൻസ് 1.21 ആങ്സ്ട്രംസ്. ചോദ്യം എന്താ, വേവ് ലെങ്ത് എന്താണെന്ന്. ഓക്കെ, ഇറ്റ് ഈസ് 1.21 ആങ്സ്ട്രംസ്. ഓക്കെ, 1.21 ആങ്സ്ട്രംസ്. നെക്സ്റ്റ് നോക്കൂ, എ സ്റ്റാൻഡിങ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ y ഈക്വൽസ് a sin 100t cos 0.01 x, where y and capital A are in millimeter, t in seconds and x is in meter. Velocity of wave is, അതിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇങ്ങനെയാണ്, y ഈക്വൽ ടു 2a sin ωt cos kx. ഓക്കെ, അതിൽ നോക്കൂ, നമ്മളത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഒമേഗാറ്റിക്ക് പകരം 100t എന്നാണ്. അപ്പോൾ ഒമേഗ ഈക്വൽ ടു 100. കെ എക്സിന് പകരം എന്താ 0.01 എക്സ് എന്നാണ്. അപ്പോൾ കെ ഈക്വൽ ടു 0.01 ആണ്. നമ്മൾക്ക് അവിടെ നോക്കൂ, ഓപ്ഷനിൽ സ്പീഡാണ്, ω/k ആ വേണ്ടത്. അപ്പോൾ ഒമേഗ എത്രയാണ്, 100 ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01 ആണ്. അപ്പോൾ എത്ര വരും, ദിസ് ഈസ് 10⁴ മീറ്റർ പെർ സെക്കൻഡ് വരും, അതായത് ഇത് വരും. നെക്സ്റ്റ് സി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് റെപ്രസെൻറ്റ്സ് എ വേവ്. അതിൽ വേവ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ വേരിയബിൾ ആസ് വെൽ ആസ് ദി ടൈം. ടൈമും വേണം, അതുപോലെ തന്നെ എക്സ് അല്ലെങ്കിൽ വൈ അങ്ങനെയുള്ള പൊസിഷൻ വേരിയബിളും വേണം. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, എ സൈൻ ωt ഉള്ളൂ, ടൈം മാത്രമേ ഉള്ളൂ, എക്സ് ഇല്ല. അപ്പോഴെന്താ, അത് ആക്ച്വലി ഒരു ഓസിലേഷനാണ്. രണ്ടാമത്തെ എന്താ, എ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എക്സ് ഉണ്ട്, ടൈമില്ല. ഓക്കെ, മൂന്നാമത്തെ എന്താ, മൂന്നാമത്തെ നോക്കൂ എന്താ, അത് ഒരു വേവ് ഫംഗ്ഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നോക്കൂ, എ ωt - kx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ, ഈ സൈൻ അല്ലെങ്കിൽ കൊസൈൻ വരണം, എന്നാൽ മാത്രമേ അത് വേവ് ആവുള്ളൂ, അതില്ല. അപ്പോൾ തേർഡ് ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ എ വേവ് ഓഫ് ഫ്രീക്വൻസി 100 Hz is sent along a string towards a fixed end. When this wave travels back after reflection, a node is formed at a distance of 10 cm from the fixed end of the string. The speed of the incident wave r. അതിൽ നമുക്ക് ഈ ഫിക്സ്ഡ് എൻഡിൽ എപ്പോഴും നോഡ് ഉണ്ടാവുക, ഫിക്സ്ഡ് എൻഡിൽ. ഓക്കെ, ഫിക്സ്ഡ് എൻഡിൽ എപ്പോഴും നോഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പിന്നെ ആ ഫിക്സ്ഡ് എൻഡിൽ നിന്ന് 10 cm കഴിഞ്ഞാണ് അടുത്ത നോഡ്. അപ്പോൾ നോഡ് ടു നോഡ് അത്രയും λ/2 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent നോഡ്സ്, അത് 10 cm. അപ്പോൾ ലാംഡ 20 cm, അതായത് 0.2 മീറ്റർ. ഇനി സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലാംഡയാണ്. അതിൽ ന്യൂ പറഞ്ഞാൽ 100 Hz. അപ്പോൾ 100 × 0.2 പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് വരും. നിങ്ങൾ വേവ്സിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ടൈപ്പാണ്. അതായത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്പീഡ് ഓഫ് സൗണ്ട് ബിക്കംസ് ഡബിൾ ആസ് വാസ് അറ്റ് 27 degree Celsius. അതിൽ ടെമ്പറേച്ചർ 27 degree Celsius പറഞ്ഞാൽ 300 Kelvin. അതിൽ സ്പീഡ് ഓഫ് സൗണ്ട് പറഞ്ഞാൽ √γ/RT/m എന്ന് പറഞ്ഞാൽ മോളാർ മാസ. അപ്പോൾ ടെമ്പറേച്ചർ പ്രപ്പോർഷണൽ ടു v². അപ്പോൾ അതിൽ സ്പീഡ് ഡബിൾ ആകുമ്പോൾ ടെമ്പറേച്ചർ 4 times ആവും. ഒറിജിനൽ ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ 300 Kelvin. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ എത്ര, 4 × 300 പറഞ്ഞാൽ 1200 Kelvin. ഓക്കെ, അതിന് നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ 273 സബ്ട്രാക്ട് ചെയ്യണം. പക്ഷെ ഒരിക്കലും നിങ്ങൾ 273 സബ്ട്രാക്ട് ചെയ്യരുത്, നിങ്ങൾ 300 സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് 27 ആഡ് ചെയ്യുക. അപ്പോൾ ഈ 1200 273 സബ്ട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റും. പക്ഷേ 1200 നിങ്ങൾ 300 സബ്ട്രാക്ട് ചെയ്ത് 900 കിട്ടും, എന്നിട്ട് 27 ആഡ് ചെയ്തോളൂ, 927, തെറ്റില്ല, റൈറ്റ്, 927. Next, velocity of sound waves in air is 330 m/s. For a particular sound wave in air, a path difference of 40 cm is equivalent to a phase difference of 1.6 pi. The frequency of this wave is. അതിൽ ഇതാണ് ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ. Δ∅ = 2π/λ Δx. ഓക്കെ, അതിൽ ഫേസ് ഡിഫറൻസ് 1.6 pi തന്നിട്ടുണ്ട്. പിന്നെന്താ, പാത്ത് ഡിഫറൻസ് 40 cm പറഞ്ഞാൽ 0.4 മീറ്റർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് λ = 1/2 എന്ന് വരും. ഇനി നമുക്ക് ന്യൂ = v/λ. അപ്പോൾ 330/1/2 പറഞ്ഞു കഴിഞ്ഞാൽ 660 Hz വരും. നെക്സ്റ്റ്, ദി ട്രാൻസ്വേഴ്സ് വേവ് റെപ്രസെൻറ്റഡ് ബൈ ദി ഇക്വേഷൻ y = 4 sin π/6. π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 30. അതിൽ അപ്പോൾ 4 sin 30 പറഞ്ഞാൽ ആക്ച്വലി 2 ആണ്. അപ്പോൾ
കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സൈൻ തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എത്ര? ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 2 യൂണിറ്റ്സ്. പിന്നെ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, കെക്ക് പകരം 3 ആണ്, ഒമേഗയ്ക്ക് പകരം 15 ആണ്. ഓക്കെ, എന്താ കാണണ്ടേ? ആംപ്ലിറ്റ്യൂഡ് 4 തെറ്റാണ്. വേവ് ലെങ്ത് നമുക്ക് എന്താ കിട്ടിയത്? വേവ് ലെങ്ത് ഈക്വൽ ടു ലാംഡ, ദാറ്റ് ഈസ് 2π/3 എന്നാ വരിക. അവർ 4π/3 എന്നാ തന്നെ, ദാറ്റ് ഈസ് റോങ്. ഓക്കെ, പിന്നെ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ω/k ആണ്. ഒമേഗ എത്രയാ? 15, കെ എത്രയാ? 3. ഓക്കെ, അപ്പോൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ് കേട്ടോ, സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ. പിന്നെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2π/ω. അപ്പോൾ 2π/15 എന്നാ വരിക, π/15 എന്നാ, ദാറ്റ് ഈസ് ഓൾസോ റോങ്. അപ്പോൾ അത് മാത്രമേ ശരിയായിട്ടുള്ളൂ. നെക്സ്റ്റ്, ദി റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഫണ്ടമെന്റൽ ഹാർമോണിക് പ്രൊഡ്യൂസ്ഡ് ബൈ an open pipe to that of a closed pipe having the same length. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ V/2L ആണ്, ക്ലോസ്ഡ് പൈപ്പ് പറഞ്ഞാൽ V/4L ആണ്. ഓക്കെ, അപ്പോൾ രണ്ടിനും ഒരേ ലെങ്ത് ആണ്. അപ്പോൾ റേഷ്യോ എന്താണെന്ന്? റേഷ്യോ 2:1 വരും. അതായത് ഇത് വരും. Next, an organ pipe filled with a gas at 27 degrees Celsius resonates at 400 Hz in its fundamental mode. If it is filled with the same gas at 90 degrees Celsius, the resonant frequency at the same mode will be. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ മാറുമ്പോൾ സ്പീഡാണ് മാറുക, സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത് അല്ല മാറുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ഈക്വൽ ടു V/2L. അതിൽ V പറഞ്ഞാൽ √γ/RT/m ആണ്. ഓക്കെ, അപ്പോൾ ഈ V എന്താ? V directly proportional to square root of temperature. അപ്പോൾ ഫ്രീക്വൻസി directly proportional to speed, which in turn proportional to square root of temperature. അപ്പോൾ ന്യൂ ഡാഷ് ഓവർ ന്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു V'/V, ദാറ്റ് ഈസ് ഈക്വൽ ടു √T'/T. അതിൽ 90 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾക്ക് എന്താക്കണം? കെൽവിൻ ആക്കാൻ വേണ്ടിയിട്ട് 273 ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് 363. ഓക്കെ, പിന്നെ എത്രയാ? 363യും പിന്നെ 27 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 300 കെൽവിൻ. അപ്പോൾ ഇത് 1.21 വരും. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1.1 വരും. അപ്പോൾ ന്യൂ ഡാഷ് ഈക്വൽ ടു 1.1 ഇൻറ്റു ന്യൂ 400 അപ്പോൾ 440 ഹെർട്സ് എന്ന് വരും. 440 ഹെർട്സ്. If the initial tension on a stressed string is doubled, then the ratio of the initial and final speed of a transverse wave along the string. അതിൽ സ്പീഡ് ഓഫ് എ വേവ് ഇൻ എ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ V equals √T/μ ആണ്. മ്യൂ പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ടെൻഷൻ മാത്രമേ മാറുന്നുള്ളൂ, ലീനിയർ മാസ് ഡെൻസിറ്റി അതായത് സ്ട്രിങ് മാറുന്നില്ല. അപ്പോൾ V/V' അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു T/T'. ടെൻഷൻ ഡബിൾ ചെയ്തു എന്നാ, അപ്പോൾ 1/√2 വരും. ഓക്കെ, ദിസ് വൺ നോക്കൂ. ഇനി ഇവിടെ ഇൻ എ ഗിറ്റാർ 2 strings A and B made of same material are slightly out of tune and produce beats of frequency 6 Hz. When tension in capital B is slightly decreased, the beat frequency increases to 7 Hz if the frequency of A is 530. അപ്പോൾ എയുടെ 530 ആണ്. എയും ബിയും ഒരുമിച്ച് എക്സൈറ്റ് ചെയ്യുമ്പോൾ 6 ബീറ്റ്സ് കേൾക്കും എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അപ്പോൾ എ 530 ആണെങ്കിൽ ബിയുടെ ഒന്നുകിൽ 536 ആവണം, അല്ലെങ്കിൽ 6 കുറഞ്ഞ് 524 ആവണം. ഇതിലേതോ ഒന്നാണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? വെൻ ടെൻഷൻ ഇൻ ബി ഈസ് സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ്, അതിൽ ന്യൂ ഈക്വൽ ടു 1/2L ഇൻറ്റു √T/μ ആണ്. ടെൻഷൻ കുറച്ചാൽ ഫ്രീക്വൻസി കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് ഇപ്പോൾ ബിയുടെ ഫ്രീക്വൻസി എന്ന് വിചാരിച്ചോ. അപ്പോൾ ബിയുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴോട്ട് വരും, ഇതിൻ്റെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ നോക്കൂ, എ ആയിട്ടുള്ള ഇത് താഴേക്ക് വന്നാൽ എ ആയിട്ടുള്ള ഡിഫറൻസ് കുറയുക ചെയ്യുക. ഇവിടെ 6 7 ആയി എന്നാണ് പറഞ്ഞേ, കൂടി. അപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കാം. ഇതാണ് ബിയുടെ ഫ്രീക്വൻസി വിചാരിച്ചോ. അതിൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി കുറയും, ഒന്നുകൂടെ താഴോട്ട് പോകും. അപ്പോൾ ഇതുമായിട്ടുള്ള ഡിഫറൻസ് കൂടും, അപ്പോൾ 6 7 ആവും. അതായത് അപ്പോൾ ബിയുടെ ഫ്രീക്വൻസി ഇതാണ് എന്നർത്ഥം. 524 ആവാനേ ചാൻസ് ഉള്ളൂ, റൈറ്റ്? The two nearest harmonics of a tube closed at one end and open at the other end are 220 and 260. Okay, what is the fundamental frequency of the system? അതിൽ nth മോഡിൽ it is a closed pipe. nth മോഡിൽ എന്താ? V/4L into 2n-1 ആണ്. ഓക്കെ, അപ്പോൾ 2n-1 into V/4L. n+1th മോഡിൽ എന്താ? എന്നിന് പകരം n+1 കൊടുത്തു കഴിഞ്ഞാൽ 2n+1 into V/4L. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2V/4L പറഞ്ഞു കഴിഞ്ഞാൽ V/4L. അപ്പോൾ ഇത് എത്ര വരും? ഇത് 40 വരും. V/4L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 Hz വരും. ദിസ് വൺ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. നെക്സ്റ്റ് നോക്കൂ, എ യൂണിഫോം റോപ്പ് ഓഫ് ലെങ്ത് ക്യാപിറ്റൽ L and mass m1 hangs vertically from a rigid support. A block of mass m2 is attached to the free end of the rope. A transverse pulse of wavelength λ1 is produced.
At the lower end of the rope, the wavelength of the pulse when it reaches the top of the rope is lambda 2. The ratio lambda 2 by lambda 1 is. അതിൽ നമുക്ക് സ്പീഡ് v ഈക്വൽസ് റൂട്ട് ഓഫ് ടി ബൈ മ്യൂ പറയാം, ടി ബൈ മ്യൂ. അപ്പോൾ അതിൽ v ഈക്വൽസ് ന്യൂ ലാംഡ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ 2 ഡിവൈഡഡ് ബൈ ലാംഡ 1 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ താഴേന്ന് പൾസ് മേലോട്ട് പോകുമ്പോൾ ടെൻഷൻ വ്യത്യാസം വരും. ടെൻഷൻ വ്യത്യാസം വരുമ്പോൾ സ്പീഡ് വ്യത്യാസം വരും. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്ന പോലെയാണ്. അപ്പോൾ ഫ്രീക്വൻസി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ത്രൂ ഔട്ട് ഒരേ ഫ്രീക്വൻസിയാണ്, വേവ് ലെങ്ത് മാറും. ഓക്കെ, അതിൽ താഴെയുള്ള വേവ് ലെങ്ത് നമുക്ക് എന്ത് പറയാം, സി വേവ് ലെങ്ത് അറ്റ് ദ ബോട്ടം ഈസ് ലാംഡ 1 ആൻഡ് വേവ് ലെങ്ത് അറ്റ് ദ ടോപ്പ് ഈസ് ലാംഡ 2. ഓക്കെ, അപ്പോൾ ലാംഡ 2 ബൈ ലാംഡ 1 പറഞ്ഞു കഴിഞ്ഞാൽ v2 ബൈ v1 ആണ്, ഫ്രീക്വൻസി സെയിമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു T2 ഓവർ T1. അതിൽ T1 പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ടെൻഷനാണ്, അത് എന്താ ഈ ഹാങ് ചെയ്ത വെയിറ്റ് മാത്രമാണ്. മേലെയുള്ള ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ് ചെയ്ത വെയിറ്റും ഉണ്ടാവും, റോപ്പിൻ്റെ വെയിറ്റും ഉണ്ടാവും. അപ്പോൾ m1 + m2 × g വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ m1 + m2 ഡിവൈഡഡ് ബൈ m2 ഓൾ അണ്ടർ റൂട്ട്. ഓക്കെ, അപ്പോൾ ദേ ഇത് വരും. റൈറ്റ്, the fundamental frequency of a closed organ pipe of length 20 cm is equal to the second overtone of an organ pipe open at both ends. സെക്കൻഡ് ഓവർടോൺ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 3v/2l ആണ്, 2l അത് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ 3v/2l വിത്ത് സഫിക്സ് o. ഓക്കെ, പിന്നെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ക്ലോസ്ഡ് പൈപ്പിൻ്റെ v/4lc. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണെന്നറിയോ, CLO ഈക്വൽ ടു C6lc വരും. ഓക്കെ, അതിൽ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഓഫ് ലെങ്ത് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ LC പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 6 × 20 പറഞ്ഞു കഴിഞ്ഞാൽ 120 വരും. സോ ദിസ് ഈസ് 120 സെൻറ്റിമീറ്റർ വരും. Next, a string is stretched between two fixed points separated by 75 centimeter. It is observed to have resonant frequencies of 420 and 315. There are no other resonant frequencies between these two. അതായത് ഈ സ്ട്രിങ്ങിന് 420-ൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും, 315-ൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും, അതിനിടയ്ക്ക് വേറെ പോസിബിലിറ്റി ഇല്ലാന്ന്. അതായത് ഇതിൻ്റെ പോസിബിൾ ഫ്രീക്വൻസീസ് ആർ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് v/2l ആണ്. v/2l എന്ത്, ഒരു സ്ട്രെസ്ഡ് സ്ട്രിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ ഒരു ഫ്രീക്വൻസി ഇപ്പോൾ nv/2l ആണെങ്കിൽ അടുത്ത് n+1 v/2l ആണ്. അപ്പോൾ ഡിഫറൻസ് എന്താ വരിക, ഡിഫറൻസ് വിൽ ബി v/2l. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ v/2l ഈക്വൽ ടു 420 - 315, ദാറ്റ് ഈസ് 105 ഹെർട്സ് വരും. If n1, n2 and n3 are the fundamental frequencies of three segments into which a string is divided, then the original fundamental frequency n of the string is. അതിൽ ഇപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് ഞാൻ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, L1, L2, L3. അതിൽ ഈ പാർട്ടിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി n1 ആണ്, ഇതിൻ്റെ n2 ആണ്, ഇതിൻ്റെ n3 ആണ്. അതിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ 1/2l × √T/μ ആണ്. അപ്പോൾ നമുക്ക് L ഈക്വൽ ടു എന്ത് പറയാം, 1/2n × √T/μ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ n ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇവിടെ എന്താ പറയുക, n-ഉം l-ഉം മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം, ഈ L ഈക്വൽ ടു ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് ഒരു കോൺസ്റ്റൻറ്റ് C/n എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി എന്താ, L ഈക്വൽ ടു L1 + L2 + L3. L എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത്താണ്, അതായത് മുഴുവൻ സ്ട്രിങ്ങും എടുക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി n ആണ്. അപ്പോൾ അതിന് പകരം C/n ഈക്വൽ ടു C/n1, C/n2, C/n3. C കട്ടായി പോയി കഴിഞ്ഞാൽ 1/n ഈക്വൽസ് 1/n1 + 1/n2 + 1/n3 വരും. ഓക്കെ, the number of possible natural oscillations of air column in a pipe closed at one end of length 85 centimeter whose frequency lie below 1250 Hz. അതിൽ നമുക്ക് v/4ൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് എത്രയാണ്, 340 ആണ്, ലെങ്ത്ത് 85 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 0.85 മീറ്റർ. അത് എത്ര വരും, ദിസ് ഈസ് ഈക്വൽ ടു 100 എന്ന് വരും. ഇനി nth മോഡിൽ ഫ്രീക്വൻസി 2n - 1 × v/4 അല്ല, ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1250. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ n ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 6.75. ഓക്കെ, അപ്പോൾ ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ആൻ ഇൻറ്റീജർ. അപ്പോൾ എത്രയാണ്, 6.75-നേക്കാൾ കുറവായിട്ട് 6 എണ്ണം പോസിബിൾ ആണ്. The length of the wire between two ends of a sonometer is 100 centimeter. What should be the positions of two bridges below the wire so that the three segments of the wire have their fundamental frequencies in the ratio of 1:3:5? അതിൽ ന്യൂ പറഞ്ഞാൽ v/2l ആണ്.
അപ്പോൾ നമുക്ക് L പ്രപ്പോർഷണൽ ടു 1/nu വരും. അപ്പോൾ L1 ഈസ് ടു L2 ഈസ് ടു L3 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/nu1 ഈസ് ടു 1/nu2 ഈസ് ടു 1/nu3. ഓക്കെ, അതിൽ 1:3:5 ആണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ റേഷ്യോ ആക്കാൻ ത്രൂ ഔട്ട് നിങ്ങൾ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15:5:3 ആകെ ഉള്ളത് 100 സെൻറ്റിമീറ്ററാണ്. അതിനെ 3 പാർട്ടാക്കണം. ഇൻ ദ റേഷ്യോ 15:5:3 പറഞ്ഞാൽ 15 + 5 20 + 3 23 ഈക്വൽ പാർട്ടാക്കുക. അതിൽ ആദ്യത്തത് 15 പാർട്ടാണ്. അതായത് L1 ഈക്വൽ ടു 100നെ 23 പാർട്ടാക്കിയതിൽ ഓരോ പാർട്ടും 100/23, അങ്ങനെ 15 എണ്ണം. അപ്പോൾ 1500/23. രണ്ടാമത്തത് 100നെ 23 പാർട്ടാക്കിയതിൽ 5 പാർട്ട്. അപ്പോൾ എത്രയാണ്? 500/23. ഓക്കെ, അപ്പോൾ 1500/23 ആൻഡ് 500/23 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ് എ സ്ട്രിങ് ഓഫ് 7 meter ലെങ്ത് ഹാസ് എ മാസ് ഓഫ് 0.035 kilogram. Tension in the string is 60.5 Newton. The speed of the wave is. അതിൽ സ്പീഡ് v ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആ. മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി, അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് m/l. അപ്പോൾ നമുക്ക് TL/m അണ്ടർ റൂട്ട് വരും. അതിൽ ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60.5 ന്യൂട്ടൺ. ലെങ്ത് പറഞ്ഞാൽ 7 മീറ്റർ. പിന്നെ എത്രയാ? 0.035 കിലോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ 3.5 × 10⁻². ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 7ഉം 3.5 കട്ട് ചെയ്താൽ 2 വരും. പിന്നെ 60.5 × 2 പറഞ്ഞാൽ 121. 10⁻² മേലെ പോകുമ്പോൾ എത്രയാണ്? 10⁻² വരും. അപ്പോൾ 110 m/s വരും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, an organ pipe P1 closed at one end vibrating in its first overtone. ക്ലോസ്ഡ് അറ്റ് 1 end പറഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പാണ്. ഫണ്ടമെന്റൽ V/4L ആണ്. ഫസ്റ്റ് ഓവർടോൺ പറഞ്ഞാൽ 3V/4L, അതാണ് 3V/4L1. ഓക്കെ, ആൻഡ് അനദർ പൈപ്പ് P2 ഓപ്പൺ അറ്റ് ബോത്ത് ends വൈബ്രേറ്റിംഗ് ഇൻ ഇറ്റ്സ് തേർഡ് ഓവർടോൺ. ഓക്കെ, തേർഡ് ഓവർടോൺ പറഞ്ഞു കഴിഞ്ഞാൽ 4V/2L ആണ്. അവിടെ L2 ആണ്. 4V/2L2. ഓക്കെ, കാരണം ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെന്റൽ V/2L, ഫസ്റ്റ് 2V/2L, സെക്കൻഡ് 3V/2L, തേർഡ് 4V/2L. അതാണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്. അത് രണ്ടും ഈക്വൽ ആണെന്ന്. അപ്പോൾ L1/L2 ഈക്വൽ ടു 3/8 ഓർ 3:8 വരും. ഓക്കെ, നെക്സ്റ്റ്, സി എ സിലിണ്ടറിക്കൽ റെസണൻസ് ട്യൂബ് ഓപ്പൺ അറ്റ് ബോത്ത് ends ഹാസ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F പറഞ്ഞാൽ V/2L. V/2L ഈക്വൽ ടു F. ഇനി എന്താണോ, ഇഫ് ഹാഫ് ഓഫ് ദ ലെങ്ത് ഈസ് ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദി എയർ കോളം വിൽ ബി. അതിൽ പകുതി നമ്മൾ ഇതേ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പകുതി മാത്രമേ എയർ കോളം ഉള്ളൂ. മാത്രമല്ല ഇവിടെ എന്താണോ, ഇറ്റ് വിൽ സി, പിന്നെ അതൊരു ക്ലോസ്ഡ് പൈപ്പായി. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/4L ആണ്. പക്ഷേ L എന്താ? പകുതിയേ ഉള്ളൂ, L/2 ആണ്. അപ്പോൾ F' ഈക്വൽ ടു V/4L'. ദാറ്റ് L' ഈക്വൽ ടു L/2. അപ്പോൾ V/2L ദാറ്റ് ഈസ് ഈക്വൽ ടു F എന്ന് വരും. അതായത് ഇതാണ് സംഭവം. റൈറ്റ്. Next, a stretched string resonates with a tuning fork of frequency 512 Hz when length of the string is 0.5 meter. The length of the string required to vibrate resonantly with a tuning fork of frequency 256 Hz will be. അതിൽ ന്യൂ ഈക്വൽ ടു V/2L. അപ്പോൾ നമുക്ക് ന്യൂ പ്രപ്പോർഷണൽ ടു 1/L എന്ന് പറയാം. അപ്പോൾ L'/L ഈക്വൽ ടു ന്യൂ/ന്യൂ ഡാഷ്. അപ്പോൾ എത്ര വരും? 512/256 പറഞ്ഞാൽ 2. അപ്പോൾ L' ഈക്വൽ ടു 2L വരും. അതായത് 2 മീറ്റർ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഈസ് എക്സൈറ്റഡ് ടു സപ്പോർട്ട് ദ തേർഡ് ഓവർടോൺ. ഓക്കെ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് എയർ ഇൻ ദ പൈപ്പ് ഹാസ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. തേർഡ് ഓവർടോൺ ഫണ്ടമെന്റൽ പറഞ്ഞാൽ V/4L, പിന്നെ 3V/4L ഫസ്റ്റ് ഓവർടോൺ, 5V/4L സെക്കൻഡ് ഓവർടോൺ, 7V/4L അതാണ് തേർഡ് ഓവർടോൺ. 7V/4L. ഓക്കെ, അപ്പോൾ 7V/4L പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നോക്കൂ. സി, ഇത് ഒരു L/4, രണ്ടാമത്തെ L/4, മൂന്നാമത്തെ L/4, നാലാമത്തെ L/4, അഞ്ചാമത്തെ L/4, ആറാമത്തെ L/4, ഏഴാമത്തെ L/4, 7 L/4. A closed organ pipe closed at one end is excited to support the third overtone. It is found that the air in the pipe has. അതിൽ നമുക്ക് നോക്കാം. എയർ ഇൻ ദ പൈപ്പ് ഹാസ്, സി, തേർഡ് ഓവർടോൺ പറഞ്ഞാൽ ഫണ്ടമെന്റൽ V/4L. ഫസ്റ്റ് ഓവർടോൺ പറഞ്ഞാൽ 3V/4L, സെക്കൻഡ് ഓവർടോൺ പറഞ്ഞാൽ 5V/4L, തേർഡ് ഓവർടോൺ പറഞ്ഞാൽ 7V/4L. ഓക്കെ, അപ്പോൾ അതേ ഇങ്ങനെ വരും 7V/4L. അതാണ് ഫോർത്ത് മോഡ് ഓർ തേർഡ് ഓവർടോൺ. അപ്പോൾ
നമുക്ക് എന്ത് പറയാം, ന്യൂ ഈക്വൽ ടു 7v/4. അപ്പോൾ L ഈക്വൽ ടു 7/4v/nu ഓർ 7λ/4 7λ/4. അപ്പോൾ അതിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഇത് ഒരു λ/4, രണ്ടാമത്തത്, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ λ/4. ഓക്കെ, അതിനകത്ത് നമ്മൾ നോട്ട്സ് എത്രയുണ്ടെന്ന് നോക്കാം. ഈ ഗ്രീൻ മാർക്ക് ചെയ്തിരിക്കണം നോട്ട്സ്. അപ്പോൾ നോട്ട്സ് ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം, 4 നോഡ്. ആൻറ്റി നോഡോ 1 2 3 4. അപ്പോൾ 4 നോഡ്, 4 ആൻറ്റി നോഡ്, അങ്ങനെ ഉണ്ടാവുക. 4 നോട്ട്സ് ആൻഡ് 4 ആൻറ്റി നോട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് 3 സൗണ്ട് വേവ്സ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ഹാവ് ഫ്രീക്വൻസീസ് n-1 n+1. They superimpose to give beats. The number of beats produced per second will be. അതിൽ ഈ കോമ്പിനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ 1 ബീറ്റ് പെർ സെക്കൻഡ്. അതായത് ഒരു ബീറ്റ് കേട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത ബീറ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത ബീറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ അതാണ്. ഇപ്പോൾ നോക്കൂ, ഇതാ ഇവിടെ ഒരെണ്ണം മേലെ ഡോട്ട്, പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞ ഒരു ഡോട്ട്, ഒരു സെക്കൻഡ് കഴിഞ്ഞ ഒരു ഡോട്ട്, ഒരു സെക്കൻഡ് കഴിഞ്ഞ ഒരു ഡോട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ കോമ്പിനേഷൻ എടുക്കുക, n-ഉം n+1-ഉം ഡിഫറൻസ് 1 ആണ്. അതായത് 1 ബീറ്റ് പെർ സെക്കൻഡ്. ഒരു ബീറ്റ് കേട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത ബീറ്റ്. അതാണ് ഇവിടെ അടിയിൽ വരച്ച ഡോട്ട്. ഒരെണ്ണം, പിന്നെ അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞ ഒരെണ്ണം, ഒരു സെക്കൻഡ് കഴിഞ്ഞ ഒരെണ്ണം, ഒരു സെക്കൻഡ് കഴിഞ്ഞ ഒരെണ്ണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ എക്സ്ട്രീമിലെ രണ്ടും n-1ഉം n+1ഉം എടുത്തു കഴിഞ്ഞാൽ 2 ആണ് ബീറ്റ് ഫ്രീക്വൻസി. അതായത് 2 ബീറ്റ്സ് പെർ സെക്കൻഡ്. അതായത് ഒരു ബീറ്റ് കേട്ട് ഹാഫ് സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ബീറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് നടുക്ക് കാണിച്ച ക്രോസ്. ഒരു ബീറ്റ് കഴിഞ്ഞ് ഹാഫ് സെക്കൻഡ് കഴിഞ്ഞ് അടുത്തത്, ഹാഫ് സെക്കൻഡ് കഴിഞ്ഞ് അടുത്തത്, ഹാഫ് സെക്കൻഡ് കഴിഞ്ഞ് അടുത്തത്. ഇവിടെ ഇപ്പോൾ എന്താണെന്ന്, 3 സൗണ്ട് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അത് 3 ആയിട്ടല്ല, 1 ആയിട്ടേ കേൾക്കുള്ളൂ. ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബീറ്റ് കേട്ടു, പിന്നെ ഹാഫ് സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത കേട്ടു, അതിന് ഇൻറ്റൻസിറ്റി കുറവാകും. പിന്നെ ഹാഫ് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും കേൾക്കും. പക്ഷേ എവരി ഹാഫ് സെക്കൻഡ് നമ്മളൊരു ബീറ്റ് കേൾക്കും. അതിൽ ആൾട്ടർനേറ്റ് ബീറ്റ്സിന് ഇൻറ്റൻസിറ്റി കൂടുന്നേ ഉള്ളൂ. ചോദ്യം ഹൗ മെനി ബീറ്റ്സ് പെർ സെക്കൻഡ് എന്നാ. 2 ബീറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 2 ബീറ്റ്സ് പെർ സെക്കൻഡ്. നെക്സ്റ്റ്, എ സോഴ്സ് ഓഫ് അൺനോൺ ഫ്രീക്വൻസി ഗിവ്സ് 4 ബീറ്റ്സ് പെർ സെക്കൻഡ് വെൻ സൗണ്ടഡ് വിത്ത് എ സോഴ്സ് ഓഫ് നോൺ ഫ്രീക്വൻസി 250. ഓക്കെ, 250 ആയിട്ട് എക്സൈറ്റ് ചെയ്യുമ്പോൾ 4 ബീറ്റ്സ് കേൾക്കണമെങ്കിൽ ഡിഫറൻസ് 4 ആവണം. ഒന്നുകിൽ 246 അല്ലെങ്കിൽ 254. ഓക്കെ, ഇത് ഏതെങ്കിലും ആവണം. ഇനി അടുത്തത് എന്താ, ദ സെക്കൻഡ് ഹാർമോണിക് ഓഫ് ദ സോഴ്സ് ഓഫ് അൺനോൺ ഫ്രീക്വൻസി ഗിവ്സ് 5 ബീറ്റ്സ് പെർ സെക്കൻഡ് വെൻ സൗണ്ടഡ് വിത്ത് എ സോഴ്സ് ഓഫ് 513. അതിൽ ഈ സെക്കൻഡ് ഹാർമോണിക് ഗീവ്സ് 5 ബീറ്റ്സ്. ഓക്കെ, വിത്ത് എത്രയാ, വിത്ത് വെൻ സൗണ്ടഡ് വിത്ത് എ സോഴ്സ് ഓഫ് ഫ്രീക്വൻസി 513. അപ്പോൾ 2 ന്യൂ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 513 ± 5 ആ. ഓക്കെ, അതിൽ 513 ± 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 508 അല്ലെങ്കിൽ 518. പിന്നെ ന്യൂ ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ 246 അല്ലെങ്കിൽ 254. അപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ ഡബിൾ ആവണം ഇത്. അപ്പോൾ അങ്ങനെ വരുന്നത് 254ഉം 508ഉം ആണ്. ഓക്കെ, അപ്പോൾ എന്താ, ഇറ്റ് മസ്റ്റ് ബി 254 ഹെർട്സ്. റൈറ്റ്. ടിപ്പിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എല്ലാ മോഡലിലും ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ മോഡലിലുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.